പ്രാർത്ഥനയുടെ ശക്തി. മനുഷ്യ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. അതിൽ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനകൾക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. നാം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം അവരെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയും അവിടുത്തെ സ്നേഹവും കരുണയും അവരിലേക്ക് ഒഴുകിയെത്തുവാൻ വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഇത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ദൈവവുമായുള്ള ആഴമുള്ള ബന്ധത്തെയും ദൈവിക പരമാധികാരത്തിലൂടെയുള്ള നമ്മുടെ വിശ്വാസത്തെയുമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ബൈബിളിലുടനീളം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിക്ക് തെളിവുകൾ നൽകുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ. നീതിമാൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നുവെന്ന് യാക്കോബിൻ്റെ ലേഖനം 5:16 പ്രകാരം വായിക്കുന്നു. പ്രാർത്ഥനയെക്കുറിച്ച് ഊന്നി പറയുന്ന മറ്റൊരു വാക്യമാണ് മത്തായി സുവിശേഷം 21:22. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനങ്ങൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിപ്പാനുള്ള നമ്മുടെ സമർപ്പണത്തെക്കുറിച്ച് പറയുകയാണ്. അബ്രഹാം സോദോമിനും ഗോമോരയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു. മോശ ഇസ്രായേൽ ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിച്ചു. നെഹമ്യാവ് തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ തുടങ്ങി ധാരാളം വ്യക്തിത്വങ്ങളെ നാം ബൈബിളിൽ കാണുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നാം മറ്റുള്ളവരുടെ ഭാരങ്ങൾക്ക് പങ്കുചേരുകയും അവർക്ക് ആശ്വാസവും ശക്തിയും ലഭിക്കുന്നതിന് നാം കാരണമാകുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ഈ ലോകത്തിൽ ദൈവിക ഹിതം നിറവേറ്റുന്നതിന് ഒരു ഉപകരണമായി മാറുന്നു. അതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിവിധ ആവശ്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഓരോരുത്തരും അതിനുവേണ്ടി തയ്യാറാകണം. കാരണം പ്രാർത്ഥനയിലൂടെ അസാധ്യങ്ങളായ പലതും സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഗോഡ് ബ്ലെസ് യു.